എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ FC എന്തോ കയറണില്ല, അതുകൊണ്ടാണ്. ഇന്ന് ഞാൻ മിക്കവാറും സ്റ്റോൺ ടൂൾസിലൂടെ അപ്ഗ്രേഡ് ഇട്ട് പിന്നെ വീടെ കുറച്ച് സെറ്റപ്പ് ആക്കലായിരിക്കും മെയിൻ പണി. കൈസാണ് മെയിൻ പണി. വീട്ടിലടക്കാം. വീഡിയോയിലോട്ട് കാണുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. നേരെ വീട്ടിലോട്ട് പോകണ്ടേ. ഇങ്ങനെ പണിട്ട് നടക്കാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് വീടിൻ്റെ കാര്യം വെക്കണോ അതോ ടൂൾസിൻ്റെ കാര്യം വെക്കണം? എന്തിപ്പോൾ ചെയ്യാം? ഞാൻ എന്തായാലും ഈ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഇതിനകത്തിൻ്റെ മറ്റേ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് നമുക്ക് ആ ടൂൾസിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ്, ശരിക്കും പറയാം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ചെയ്യേണ്ടതാണ്, പക്ഷേ ഞാൻ ചെയ്തില്ല. സോറി. ഓക്കെ. ഫുഡ് കുറച്ചിരിക്കണം. നല്ലതാണ്. മുളക്കെ ഇവിടുന്ന് കുറേ ഉണ്ട് കേട്ടോ. കയ്യിൽ സാധനം കുറേ ഉണ്ട്. ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പുറത്തുനിന്ന് കുറച്ച് സോംബിയുടെ ശബ്ദം കേട്ടു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും ആദ്യം പറയല്ലോ. ഇവിടെ ഒന്നുമില്ലല്ലോ. അവിടെ തുറന്നപ്പോൾ ക്രീപ്പർ ഓനെ പെട്ടെന്ന് നമുക്കിനി സ്റ്റോൺ ടൂൾസിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് കുറേ സ്റ്റോൺസ് നമുക്കിനി മൈൻഡ് ചെയ്യാം. ഇവിടെ കയ്യിലിട്ട സാധനം കാണില്ല. വ്യത്യാസം അറിയില്ല. സെറ്റിങ്സ് എന്തോ ഞാൻ മാറ്റാൻ തോന്നുന്നു. ഇതിനൊക്കെ മണ്ടത്തരം ചെയ്താണ്, പറയാൻ പറ്റില്ല. എപ്പോഴും ചെയ്യാറില്ല. നമുക്കിനി കുറേ ടൂൾസ് കുറേ സ്റ്റോൺസ് മൈൻഡ് ചെയ്തിട്ട് കുറേ ഞാൻ അതായത് കുറച്ച് അധികം സ്റ്റോൺസ് ഞാൻ മൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ശുഭം. ഗൈസ്, നമ്മുടെ പിക്കാക്സ് പൊട്ടിപ്പോയി. നമുക്ക് കിട്ടിയ സ്റ്റോൺ വെച്ച് നമുക്കോട് മൈൻഡ് പോവാം. 42 സ്റ്റോൺ കിട്ടിട്ടോ. ഇതും കൊണ്ട് തന്നെ നമുക്ക് പോകാം. കൈയൊന്നും കാണാത്ത സംഭവം എന്താണത്? കൈ കാണുന്നില്ല. അങ്ങനത്തെ ഉള്ളതാണോ? എന്തോ ഒരു സസ്പീഷ്യസ് പോലെ എനിക്ക് തോന്നുന്നു. ഞാനിത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള വഴി ഭയങ്കര പണിയാട്ടോ, ആരും പറയാം. നമുക്കിനിയും ക്രാഫ്റ്റിലൂടെ നമ്മളിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിലുള്ള പ്ലാന്റ്സ് മൊത്തം എടുത്തിട്ട് നമുക്കത് ഫുള്ള് സ്റ്റിക്സ് ആക്കാം. അത് കഴിഞ്ഞിട്ട് പിക്കാക്സ്, ആക്സ്, സോഡ്, ഷവല്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഹോയും കൂടെ നോട്ടെ. നമുക്ക് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനൊരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കണം. ഒരു ഫർണസ് ഉണ്ടാക്കാം. നമുക്ക് ഇവിടുത്തെ ഈ സാധനം പൊട്ടിച്ചിട്ട് ഇവിടെ നമുക്കൊരു ഫർണസ് വയ്ക്കാം. ഫർണസ് റെഡിയായി. ഇനി നമുക്ക് ഞാൻ കുറച്ച് ആനക്കോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേവിക്കാൻ പറ്റിയ ഫുഡ് അതാണ്. വേവിക്കാൻ പറ്റിയ ഫുഡൊന്നും ഇല്ല. നല്ല കാര്യം. ഇത് വേവിച്ച് കഴിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഇത് കയ്യിൽ വെച്ചേക്കാൻ ആവശ്യമുണ്ട്.
അപ്പോൾ തന്നെ വേവിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ കോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കണം. എവിടെ വെക്കാം? ചുമ്മാ ഇവിടെ നോട്ടെ ഒരു രസം. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത്ര തന്നെ. ഇത് പുറത്തോട്ടാണ്. ഓക്കെ, ഇങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട്, ഇങ്ങോട്ടവിടെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു വീട് കാണുന്നുണ്ട്. സോ നമുക്ക് ഇന്ന് വേണമെങ്കിൽ അവിടെ ലൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും മറ്റേ കോബിൾ സ്റ്റോൺ ഇവിടെ വെക്കണില്ല. അല്ല, കോബിൾ സ്റ്റോണിന് വെക്കാം. ഒന്ന് ഇവിടെ വെച്ച് കവർ ചെയ്ത് വെക്കാം. പുറലോകത്തോട്ടൊന്നുമില്ല. അപ്പോൾ വീടിപ്പോൾ ഇങ്ങനെ തന്നെ ആയിപ്പോരാ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒന്നും എനിക്കിഷ്ടമല്ല. ഇവിടെ ഇത് വെച്ചിട്ട് ഇതും പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ഒരു കാർട്ടോഗ്രാഫി ടേബിള് ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് കിട്ടും. ഡോറ് വെക്കുമ്പോൾ തന്നെ കുറച്ച് സ്പേസ് കിട്ടണം. അത് ശരിയാവില്ല. ആനുവൽ അവിടെ തന്നെ നിൽക്കട്ടെ. സോ നമുക്ക് വീട് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഞാൻ ഇനി റീസ്പോൺ പോയിൻ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കയ്യിൽ എന്തൊക്കെയോ സാധനമുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ഇവിടെ വെച്ചിട്ട് നമ്മൾ മറ്റേ ഒരു അവിടെ സ്ഥലം കണ്ടില്ലേ, അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇനി കുറേ സംഭവമൊക്കെ ഉണ്ടാക്കാണ്ട്. ഞാനിപ്പോഴൊന്നും ഭയങ്കര ബേസിക്കായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ചുമ്മാ വെറുതെ കളിക്കാണ്. ശരി, രാത്രി പറയാം. കുഴപ്പമില്ല, തുടങ്ങാം. ഉറങ്ങാനും പറ്റൂല, കണ്ടാലും പണ്ട. ഓക്കെ, അതുകൊണ്ട് എന്താ ചെയ്യുക? ഇനി പ്ലാൻ ഇടണം ഗൈസ്. നമുക്കിനി എന്തൊക്കെ പ്ലാൻ ഇടേണ്ടത്? എന്താണ് വേണ്ടത്? തന്നെ രാത്രി ഓക്കെ, രാത്രി ഗൈസ്. രാത്രി കിടന്നുറങ്ങിയിട്ട് നമുക്കിനി നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഞാനൊരു വീട് കണ്ടു. ബാക്കിൽ ഞാൻ ഒരു അടിപൊളി വീട് കണ്ടു ഗൈസ്. ഇവിടെ ഒരു പാലം വെക്കണം. ഇവിടെ ഇങ്ങനെ പറന്നുണ്ട്. അവിടെ ഞാനൊരു വീടുണ്ട് ആ ഭാഗത്തോട്ട്. നീന്താനുണ്ടായിരുന്നു, പക്ഷേ റൂട്ടെടുത്തുന്നവരായിരുന്നു. കണ്ടോ, അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകണം. ഇവിടെ കുറേ ഷുഗർ കെയിൻ കേട്ടോ. പോയി ഇതുവേ കുറേ ഷുഗർ കെയിൻ ഉണ്ട്. ഈ വഴി കാണുന്ന ഈ ഒരു ജീവികളൊക്കെ നമുക്കൊന്ന് തള്ളിക്കൊന്നിട്ട് പോവാം. അതാകുമ്പോൾ ആവശ്യമുള്ള ഫുഡും നമുക്ക് കിട്ടും. കഴിക്കാൻ പറ്റുന്ന ഏതിനെ കണ്ടാലും കൊല്ലണം. കോഴിനെ കൊട്ടി വിട്ടിട്ടാൽ മതി. കൊള്ള തീർന്നിട്ട് എന്താ പശുക്കളാ? ഇതിന് 2 വെട്ട്, ഇതിന് 1 വെട്ട്. ശല്യം നമ്മുടെ അവിടെ ഉള്ള പോലത്തെ വീടാണ്. അല്ലെന്ന് ആണ് കഴിച്ച അങ്ങനത്തെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന അതേപോലത്തെ വീടാന്ന് തോന്നുന്നു. ഇതിന് അതേപോലെ തന്നെ വാതിലൊന്നുമില്ല. ഏതോ കാട്ടിക്കൊണ്ട ചെറുണ്ടോ. നല്ല സ്ഥലം, വാതിൽ വെക്കാൻ പറ്റിയ സ്ഥലം. കഴിച്ച് എന്തായാലും കുഴിയോട് നല്ല ഇതാണോ? എല്ലാവരും റവീനൊക്കെയാണ് ഈ പൊളിച്ചാൽ കേട്ടോ. ഇവിടെ ഒരു വില്ലേജറൊക്കെ താമസിക്കണമെങ്കിൽ നേരെ തുറന്ന് പുറത്തോട്ട് വരും. മറ്റേ സാധനമൊക്കെ ഇതിനകത്തോട്ട് കയറിയേക്കണ്. അടിപൊളി. എന്തായാലും ഇവിടെ ഞാൻ താമസിക്കാൻ പോകണമെന്നില്ല. സോ അതുകൊണ്ട് ഇവിടുത്തെ സാധനമൊക്കെ അടുത്ത് കയറിയിട്ട് പോകാം. ഞാൻ ഇവിടെ ഇങ്ങനത്തെ ക്രാഫ്റ്റ്മാൻ എപ്പോൾ കളിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കുറേ വീടുകളൊക്കെ കാണാം. അതിൻ്റെ അകത്തോട്ട് ഇങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് എന്തോരം ഷീൽഡ്. ഇത് പൊളിക്കും നമ്മൾ പൊളിക്കും. ബാരലൊന്നും കിട്ടില്ല. കുറേ ആരോ കിട്ടി. കുറേ ആരോ നമ്മൾ പൊളിക്കും. ഇത് 2 കാര്യം ഒന്നും ഉണ്ടല്ലോ.
വീഡിയോ. എന്താടിത്? ആര് മാത്രമേ ഉള്ളൂ? എൻ്റെ അകത്തൊരെണ്ണം കാണണ്ട. ശരിയൊന്നുമില്ല. ബോ കിട്ടി. ആരോക്കെ ഒരു യൂസ് ഉണ്ടായി ഫൈനലി. ഒരു മ്യൂസിക് ഡിസ്ക്, സ്റ്റാൽ എന്ന് പറഞ്ഞ മ്യൂസിക് ഡിസ്ക് ആരോ കിട്ടി. ഇത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് വില പ്രൊളക്റ്റൊക്കെ കിട്ടും. ഒന്നിനും അവിടെ വെറുതെ വെക്കണില്ല. ഇവിടെ ഉണ്ട് ഇതേപോലെ ഈ ഒരു ഇത്രയും വന്നത് വെറുതെ ഇല്ല. കിട്ടണമെങ്കിൽ എല്ലാ സാധനം എടുത്തോണ്ട് പോവാം. ബാരലൊന്നും എടുക്കണില്ല. ബെഡ് നമുക്ക് ആവശ്യം വരും. ബാരലൊന്നും ബൂട്ട്, സ്വാഡ്, ലെതർ ക്യാപ്പ് ഒക്കെ. വേറെ എന്താണ്? ഇവിടെ എന്താ ജനലല്ലേ? ഇവിടെ അടുത്ത ബെഡ്. ഈ ബെഡൊക്കെ എടുക്കാണ്. അടുത്ത ബൂട്ട്, ലെതറിൻ്റെ പാൻറ്റ്, ലെതറിൻ്റെ ഇത്, സ്വാഡ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റോണിലോട്ട് അപ്പം യെസ് ചെയിൻ ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട് എടുക്കട്ടെ. ഹെൽമെറ്റ് ഉള്ളുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഇത് നല്ല ലെതർ പാൻ്റ് അല്ലേ ഇത്? ഇവിടെ ഇത് ബൂട്ട്, ചെസ്റ്റ് പ്ലേറ്റ്, ഇത് ഹെൽമെറ്റ് ഇല്ലേ? ഇതെടുക്കാം. കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിവിടെ അങ്ങനെ ആവാം. ഇതാണ് കറക്റ്റ്. കൂടെ നോട്ടെ. കുറച്ച് ഇങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് താഴോട്ടിറങ്ങാം. നമുക്ക് നേരെ ഇവിടെ നമുക്കിനി പോകാം. ഭാഗം എടുക്കണം. ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഈ എന്താ ചെയ്യാം? ഒന്നും കളയാൻ പറ്റിയ അതിനകത്ത് കളയാൻ പറ്റിയതിനകത്ത് ബോട്ടിൽ വേണോ? ഹണി ഇതൊക്കെ എന്തിനാണ്? വേണ്ട നോട്ടെ. അവിടെ നോട്ടെ. ബാങ്കാണ് കൊടുത്തത്. ഓക്കെ. നമ്മുടെ വീട് എവിടെയാണ്? ഈ ഭാഗത്ത്. ഭാഗത്ത് നമുക്ക് നേരെ നോക്കിയാൽ ഭാഗത്ത് കാണാം. നമ്മുടെ വീടാണ്. നമ്മൾ കയ്യിൽ ഒന്നുമില്ലാതാണ് വന്നത്. അപ്പോൾ അതാ കൈ മൊത്തം സാധനങ്ങളായി. അല്ല വുഡൊക്കെ ശരി വുഡ് കിട്ടിയില്ല. അതൊന്നും വേണം എനിക്ക്. സാപ്ലിംഗ് എല്ലാം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അവിടെ കോളൊക്കെ യൂസ് ചെയ്യാം. ഈ ലാൻഡ് എടുക്കണം നല്ലതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുക്കണില്ല. പിന്നെ പ്ലെയിൻ സാപ്ലിംഗ് ഒന്നും ഇല്ലേ? ഇത് വേണം സാപ്ലിംഗ് വേണം. ഈ ഹോളൊക്കെ നേരത്തെ സാപ്ലിംഗ് കിട്ടും. അങ്ങനെ ഉണ്ടല്ലേ? ഇവിടെ മരത്തിന് ഭയങ്കര ഇതാണ് ഗൈസ്. മരം കിട്ടി. ഒന്ന് വരെ കിട്ടിയാണെങ്കിൽ കിട്ടാണ്. എത്ര കിട്ടിട്ടോ? 9 നമുക്ക് എത്ര കിട്ടിട്ടോ? കുറേ കിട്ടി. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ പോകാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് അവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇത്രയൊക്കെ ആയിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ചുമ്മാ ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. നമ്മളല്ല സെറ്റപ്പൊക്കെ ആക്കേണ്ടതാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കില്ല പ്ലീസ്. നീന്താനറിയില്ല. നല്ല പുതുക്കനെ. എന്നിട്ട് നീണ്ടാൻ അറിയില്ല. നാണില്ലാത്ത. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡിൽ എനിക്കൊരു ഫുഡിൻ്റെ ഫാമെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഫുഡിൻ്റെ ഫാമൊക്കെ എല്ലാം കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം. കുറേ സംഭവങ്ങൾ കിട്ടി ഗൈസ്. കുറേ സംഭവങ്ങൾ നമുക്കിതൊക്കെ നട്ട് വെക്കാണ്ട്. ഞാൻ കുറച്ച് കണ്ട് സെറ്റപ്പാക്കി വെക്കാം. ഞാൻ ഇനി പോകാൻ പോകണം. കുറേ നേരമായി. കുറേ ഫുഡ് കിട്ടി. നമുക്കൊന്ന് ഇത് പൊരിക്കാൻ വെക്കാം. അത് പൊരിക്കാൻ വെക്കാം.
അവിടെ കിടന്ന് പൊരിഞ്ഞോളൂ. ഇതൊക്കെ ഇവിടെ നോട്ടെ, എല്ലാം അവിടെ കിടന്ന് എന്തായാലും പോകാൻ. സോ ഇന്നത്തെ ഇവിടെ ഇത്ര ഉള്ളു ഗൈസ്. ഇനി അടുത്തൊരു നാളെ ഇനി അടുത്ത എപ്പിസോഡിലെല്ലാം ഒരു ഫുഡ് ഫാം അങ്ങനെയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ എത്ര ഉണ്ട് അല്ല ഫുഡ് ഫാം സെറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ.